നമ്മളെടുത്തേക്കുന്ന ഹൈടെക്കിൻ്റെ മീറ്റർ ബോക്സ് ആണ് നമ്മളെടുത്തേക്കുന്നത്. അതായത് മീറ്ററും വരുന്നത് അത് ഐസൊലേറ്ററും അതേപോലെ തന്നെ പീസ് യൂണിറ്റും വരുന്ന ഇതാണ് ബോക്സാണ് നമ്മളെടുത്തേക്കുന്നത്. നല്ല കട്ടിയുള്ള നല്ല ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റി ബോക്സ് തന്നെയാണ് ഹൈടെക്കിൻ്റെ. നമുക്കിവിടെ ഇതിൻ്റെ കൂടെ തന്നെ കീയും കൊടുത്തിട്ടുണ്ട് അവർ. ഇത് ലോക്ക് ചെയ്യാനുള്ള കീയാണ്. അതുകൊണ്ട് നമുക്കത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പൂട്ടി നമുക്കത് സേഫായിട്ട് വെക്കാം. ആരും ഇത് തുറക്കത്തില്ല. ഇവിടെ മീറ്ററും അതേപോലെ തന്നെ 32ൻ്റെ ഫ്യൂസും ഒരു ഐസൊലേറ്ററും വരുന്നുണ്ട്. ആ ടൈപ്പാണ് നമ്മൾ ബോക്സ് എടുത്തേക്കുന്നത്. നമുക്ക് മെയിൻ സ്വിച്ച് ടൈപ്പ് ഇപ്പോൾ മെയിൻ സ്വിച്ച് ഇല്ലാത്തതുകൊണ്ട് മെയിൻ സ്വിച്ച് അങ്ങനെ വെക്കാത്തത് കൊണ്ട് നമുക്ക് ഐസൊലേറ്ററാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെ വെക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ട് ഈ 2 ഏരിയ ഉള്ളൂ. അതായത് മീറ്ററും ഫ്യൂസും ഐസൊലേറ്ററും വരുന്ന രീതിയാണ്. ഇതിൽ തന്നെ മീറ്റർ റീഡിങ് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടെ നമുക്ക് റീഡിങ് എടുക്കാൻ വരുന്ന റീഡിങ് എടുക്കാം. ഇത് തുറക്കേണ്ട ആവശ്യകതയില്ല. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്കിത് സേഫായിട്ട് പൂട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്ന 1 അടി 1.5 ഇഞ്ചാണ് ഇതിൻ്റെ ഹൈറ്റ്. ഇതിൻ്റെ വീതി കറക്റ്റ് 10 ഇഞ്ചുണ്ട്. കറക്റ്റ് 10 ഇഞ്ച് വീതിയാണ് ഇതിൻ്റെ വീതി. അതേപോലെ ഹൈറ്റ് 1 അടിയും അതേപോലെ 1/2 ഇഞ്ചും ഇതിൻ്റെ ഹൈറ്റുണ്ട്. ടോട്ടൽ ബോക്സിൻ്റെ അളവ് എന്ന് പറയുന്നത് കറക്റ്റ് 6 ഇഞ്ചാണ്. 6 ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട്. ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത് 6 ഇഞ്ചാണ്. ഇവിടെ 2 സൈഡിൽ 2 പൈപ്പുകളുണ്ട്. അതായത് താഴോട്ട് പോകാൻ എർത്തിങ്ങിന് പോകാനിട്ടുള്ളതും പിന്നെ വരുന്നത് ടോപ്പ് സൈഡാണ്. ടോപ്പിൽ നമുക്ക് ലൈൻ പോസ്റ്റിൽ നിന്ന് വരുന്ന ലൈനും അതേപോലെ DBയിലോട്ട് പോകാനുള്ള ലൈനും ഇറക്കാനുള്ള 2 പൈപ്പുകളുണ്ട്. പക്ഷേ ഈ രീതിയിലല്ല നമ്മൾ വെക്കുന്നത്. ഈ ഹോളിൻ്റെ അടുത്തുകൂടെ തന്നെ ഈ ഹോളും കൂടെ ഒന്ന് ഫ്രീ ആക്കുവാണ്. ഇവിടെ ഗ്രൈൻഡർ കൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് 1 ഇഞ്ച് പൈപ്പ് അല്ലെങ്കിൽ 3/4 ഇഞ്ച് പൈപ്പ് ഇറക്കണം. അത് സർവീസ് വയർ ഇറങ്ങാനാണ്. ഇത് നേരെ DBയിലോട്ട് പോകാനാണ്. അടിയിൽ കൊടുത്തേക്കുന്ന എർത്തിങ്ങിന് വേണ്ടിയിട്ടാണ്. സെപ്പറേറ്റ് DB എർത്തിങ് ചെയ്യുകയാണെങ്കിൽ ഈ എർത്തിങ്ങിൻ്റെ ആവശ്യകതയില്ല. നമ്മൾ സെപ്പറേറ്റ് DB എർത്തിങ്ങാണ് ചെയ്യുന്നത്. അതേപോലെ ഇതിന് ഒരു എർത്തിങ് പിടിച്ചിടും. കാരണം പിന്നീട് ബോർഡ് എർത്തിങ്ങായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ഹൈടെക്കിൻ്റെ നല്ലൊരു ബോക്സ് തന്നെയാണ്. ഈ ടൈപ്പുകൾ എടുക്കുന്നതായിരിക്കും ബെറ്റർ. നല്ല ഹെവി ആയിട്ടുള്ള സാധനം തന്നെയാണ്. വേറൊന്നുമില്ല. ചില മീറ്റർ ബോക്സുകൾ നമ്മളിങ്ങനെ പിടിക്കാൻ നേരത്ത് ബെൻഡിങ് ആകുന്ന ഒരു ടൈപ്പുകൾ ഇറങ്ങിയിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അങ്ങനത്തെ അല്ല. നല്ല ടൈപ്പ് തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ചാവിയുണ്ട്. നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് പൂട്ടി നമ്മുടെ സേഫായിട്ട് നമുക്ക് ചാവി നമ്മുടെ കയ്യിൽ വെക്കാം. അപ്പോൾ ഇത് തുറന്ന് ഇതിൻ്റെ ഫ്യൂസൊക്കെ ഊരോ എന്നുള്ള പേടിയും കാര്യങ്ങളൊന്നും വേണ്ട. ഇതിൽ വേറൊന്നുമില്ല. ഒരു മീറ്റർ, ഫ്യൂസ്, പിന്നെ അതേപോലെ ഐസൊലേറ്റർ. മെയിൻ സ്വിച്ചിന് പകരം ഐസൊലേറ്ററുമാണ് വരുന്നത്. നല്ല ടൈപ്പ് ബോക്സ് ആണ്. എന്തായാലും നമുക്കിനി ഇതൊന്ന് വെട്ടി ഭിത്തി ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ബോക്സ് സെറ്റ് ചെയ്യണം. എന്തായാലും നമുക്കത് നോക്കാം. അങ്ങനെ നമ്മൾ 5 ഇഞ്ചിൻ്റെ ബ്ലേഡ് വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. കട്ടർ മെഷീൻ്റെ അകത്ത് 5 ഇഞ്ച് ബ്ലേഡാണ് നമ്മൾ ഉപയോഗിച്ചത്. 4 ഇഞ്ച് ബ്ലേഡല്ല, 5 ഇഞ്ച് ബ്ലേഡ് കൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഹാമർ കൊണ്ട് ഇടിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 5 kgയുടെ ഹാമർ കൊണ്ടാണ് ഇടിക്കുന്നത്. കറക്റ്റായിട്ട് നമ്മൾ പൈപ്പ് ഇരിക്കേണ്ട ഭാഗം മാത്രം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം ഹാമർ കൊണ്ട് കട്ട് ചെയ്യുകയാണ്. ബോക്സ് നമുക്ക് നമ്മൾ ടോട്ടൽ 6 ഇഞ്ചേ ഉള്ളൂ. ഭിത്തിക്കനം 6 ഇഞ്ചാണ്. ബോക്സിൻ്റെ കനവും 6 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 4 ഇഞ്ച് കനം മാത്രമേ ഭിത്തിയുടെ അകത്തോട്ട് വെക്കുന്നുള്ളൂ. 2 ഇഞ്ച് കനം നമ്മൾ വെളിയിലോട്ട് തെളിയാണ് വെക്കുന്നത്. കാരണം അല്ലെങ്കിൽ കട്ട മറിഞ്ഞു പോവും. കട്ടയ്ക്ക് വലിയൊരു ഹോളാവും. അതുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത്. നമ്മളിവിടെ മേപ്പോട്ട് സർവീസ് വയറിന് വെക്കാൻ ഉദ്ദേശിക്കുന്ന 1 ഇഞ്ച് പൈപ്പാണ്. അപ്പോൾ 1 ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. 1 ഇഞ്ച് പൈപ്പ് നമ്മൾ വെക്കുന്നു. അതേപോലെ DBയിലോട്ട് നമ്മൾ ഇട്ടേക്കുന്ന 20 mm പൈപ്പാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പരുക്കൻ രീതിയിലാണ് തേച്ച് വിട്ടേക്കുന്നത്. 2 ഇഞ്ച് ഗ്യാപ്പ് വെളിയിലോട്ടുണ്ട്. ബാക്കി 4 ഇഞ്ചേ നമ്മൾ കയറ്റിയിട്ടുള്ളൂ. അതേപോലെ 1 ഇഞ്ച് പൈപ്പ് നമ്മൾ സർവീസ് വയർ കയറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സർവീസ് വയർ തേപ്പിന് ശേഷം നമുക്ക് ഒരു ബോൾട്ട് അടിച്ചു കൊടുക്കണം. കാരണം സർവീസ് വയർ പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ബോൾട്ട് വെക്കണം. നമ്മൾ 2 ഇഞ്ച് തെള്ളിയാണ് മീറ്റർ ബോക്സ് വെച്ചേക്കുന്നത്. 4 ഇഞ്ച് ഉള്ളിലോട്ടും.
കാരണം 6 ഇഞ്ച് കട്ടയാണ്. 6 ഇഞ്ച് കട്ടയായതുകൊണ്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ആ ഭിത്തിക്ക് തന്നെ ഒരു ഹോളായിപ്പോവും. അപ്പം അത്രയും ബലം കുറഞ്ഞ് പോവും ഭിത്തിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ചേക്കുന്നത്. അതേപോലെ തേപ്പിന് മുമ്പായതുകൊണ്ട് നമ്മൾ പരിക്കൻ രീതിയിലേ വിട്ടിട്ടുള്ളൂ. അത് അങ്ങനെ ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞാൽ എങ്കിൽ മാത്രമേ മേശരിമാർക്ക് തേക്കാൻ നേരത്തെ അത് കറക്റ്റായിട്ട് പിടുത്തം കിട്ടത്തുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ടൊരു ബോക്സാണ്, അത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അതിനെ കനം കണക്കാക്കി വെക്കുക എന്നുള്ളത് മാത്രം. നമ്മൾ ഉപയോഗിച്ചേക്കുന്ന ഐസൊലേറ്റഡ് ടൈപ്പ് മെയിൻ സ്വിച്ച് ആയതുകൊണ്ടാണ് ഇത്രയും വന്നത്, ആ 10 ഇഞ്ച് ബോക്സായിട്ട് വന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ മെയിൻ സ്വിച്ച് ടൈപ്പ് മെറ്റൽ ബോക്സാണ്, മെറ്റലിൻ്റെ മീറ്റർ ബോക്സാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 കട്ടയോളപ്പം പോണ്ടി വരും. അപ്പം അതൊന്നും വേണ്ട, നമുക്ക് ഈ ടൈപ്പാണ് ബെറ്ററായിട്ട് ഉള്ളത്. അപ്പം ഐസൊലേറ്റഡ് ടൈപ്പ് ബോക്സ് വെക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ബോക്സാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ കട്ട കെട്ടുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ബോക്സിൻ്റെ ഹോളും ഇട്ട് പോകണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇടിച്ച് അത്രയും 2 കട്ടയോളപ്പം പോകും. അതിനെക്കാട്ടി നല്ലത് തന്നെ നമുക്ക് ഈ ടൈപ്പ് മീറ്റർ ബോക്സാണ് വെക്കുന്നതാണ് നല്ലത്. അതേപോലെ നമ്മൾ ഈ ബോക്സ് വെക്കുമ്പോഴും പരിക്കൻ രീതിയിലേ നമ്മൾ വെക്കാമുള്ളൂ. പിന്നീട് നമ്മൾ നമ്മുടേതായ സേഫ് നോക്കി ചെയ്യുമ്പം മറ്റ് പണിക്കാർ വരുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അതായത് മേശരിമാർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് പരിക്കൻ രീതിയിൽ നമ്മൾ തേച്ച് വെക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം അവർക്കും നമ്മളായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുതല്ലോ.